സ്നേഹത്തെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വന്ധ്യഗുരു മനവര പരിശുദ്ധന്മാരാധവരോടെ സ്വാഗതമരുളും. മറ്റു പിതാക്കന്മാരും അഭിയന്റെ പിതാവിന്റെ ഭൗതിക ശരീരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ
സഖ്യാംഗങ്ങളും അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. ഇനി കുഴിവെഞ്ചിരിപ്പ് ശുശ്രൂഷയാണ്. കാർമ്മികര് കുഴിവെഞ്ചിരിപ്പ് ശുശ്രൂഷയ്ക്കുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രാമം കൊള്ളുന്ന ഈ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാവുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പുരോഹിത പട്ടത്താൽ അനുഗ്രഹീതവുമായ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും തളിക്കണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളനാകും. കർത്താവേ, അങ്ങേ അനുഗ്രഹത്തിന്റെ ദീപജലത്താൽ പുരോഹിത ശ്രേഷ്ഠനെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കാർമ്മികര് അഭിമന്യ പിതാവിന്റെ ഭൗതിക ശരീരത്തിലും മദ്ബഹായിലുള്ള കബറിടത്തിലും പനിനീര് തളിച്ചുകൊണ്ടും രൂപമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഭൗതിക ശരീരത്തിന് ധൂപാർച്ചനയും പന്നീർ തളിക്കലും കഴിഞ്ഞ് മദ്ബഹായിലുള്ള സജ്ജമാക്കിയിരിക്കുന്ന കബറിടം പ്രത്യേകമായിട്ട് ഇപ്പോൾ ധൂപിക്കുകയും പനിനീർ തളിച്ച് ആശീർവദിക്കുകയും ചെയ്യുന്നു. തന്റെ മുൻഗാമികളോടൊപ്പം വിശ്രമം കൊള്ളുവാനായിട്ട് മദ്ബഹായിൽ സജ്ജമാക്കിയിരിക്കുന്ന തന്റെ മുൻഗാമിയായ കർദിനാൾ ആന്റണി പടിയറ തിരുമേനിയുടെ കബറിടത്തിനടുത്ത് തന്നെ അഭിമന്യ വർക്കി പിതാവിന്റെയും പുത്രന്റെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളെ പ്രിയപ്പെട്ട പിതാവേ, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത ദൈവം വിധിയുടെ ദിവസം അങ്ങയെ ഉയർപ്പിച്ചുകൊണ്ട് തന്റെ വലതുഭാഗം നിർത്തത്തെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ദിവ്യബലികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദേവാലയത്തിനകത്തെ തിരുക്കർമ്മ ശുശ്രൂഷകളെ സമാപിക്കുകയാണ്. ആദരവുകൾ പ്രകടിപ്പിച്ച അഭിമന്യ പിതാക്കന്മാരും അൽത്താര ബാലരും പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട വൈദികർക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരമാണ്. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട അച്ഛന്മാര് ഈ പിറകിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടു വശത്തുകൂടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് ഈ ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലൂടെയും കടന്നു പോകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഈ ദേവാലയത്തിന് പുറത്തുള്ള എല്ലാവർക്കും രണ്ടു നിരയായി വന്ന്
അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ സമയത്ത് തൊട്ടടുത്തുള്ള പന്തലില് അനുശോചന സമ്മേളനവും ആരംഭിക്കുന്നതാണ്. മറ്റൊരറിയിപ്പ്, ഇവിടെ ഈ അഭിമന്യ പിതാവിന്റെ അന്തിമോപചാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവർക്കും ചായ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ലഘുഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15 കൗണ്ടറുകളിലായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസിലിക്കയുടെ മുന്നിലുള്ള റോഡില് മഡോണ മുതൽ സെയിന്റ് പോൾസ് ബുക്ക് സ്റ്റോൾ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ഇപ്രകാരമുള്ള ടീ സ്റ്റാളുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്സ് ഹൗസിലുള്ള ഡൈനിങ് ഹാളിന്റെയും അതിരൂപത കച്ചേരിയുടെയും മധ്യഭാഗത്ത് 3 സെന്റേഴ്സും രൂപീകരിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട അച്ഛന്മാര് ശ്രദ്ധിക്കുക, പള്ളിയുടെ നടുഭാഗത്തുകൂടെ ദയവ് ചെയ്ത് അൽമായരാരും കടന്നു വരുന്നത് എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാർക്കുള്ള ചായ സൽക്കാരം